CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ആശങ്ക തുടരുകയാണ്. അപേക്ഷ സ്വീകരിക്കാനുള്ള സമയം ഇന്ന് അർദ്ധരാത്രി വരെ നീട്ടിയെങ്കിലും പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല. സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനു വേണ്ടി CBSE സഹായിക്കാൻ പ്രത്യേക സംഘത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിയമിച്ചിട്ടുണ്ട്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ ധർമ്മേന്ദ്ര പ്രധാൻ CJPയുടെയൊക്കെ കടുത്ത ആക്രമണം നേരിടുകയാണ്. അതിനിടയിൽ കണ്ണിൽ പൊടിയിടാനുള്ളൊരു നീക്കമാണോ ഈ നടത്തിയിരിക്കുന്നത്? ഈ പുനർമൂല്യനിർണ്ണയം നടത്തി അതിൽ മാർക്ക് കിട്ടുന്നില്ല എന്നത് മാത്രമല്ല, പുനർമൂല്യനിർണ്ണയത്തിന് പേപ്പർ എടുപ്പിക്കാൻ പോകുമ്പോഴാണ് 25,000 രൂപ വരെ ഫീസ് അടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതൊക്കെ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. പക്ഷേ ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ എങ്ങനെ പരിഹരിക്കും? അതിനൊരു പരിഹാരം ഇനിയും ആയിട്ടില്ല. കണ്ണിൽ പൊടിയിടാനാണോ നീക്കം? അതിൽ അരുൺകുമാർ കൃത്യമാണ്. കാരണം ഇതിന്റെ മൂല കാരണവും പ്രശ്നവും ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന പേരിൽ കൊണ്ടുവന്ന പരിഷ്കാരമാണ്. സാധാരണഗതിയിൽ പേപ്പർ എത്തിക്കുന്നു, പേപ്പർ നേരിട്ട് അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തുന്നതായിരുന്നു കഴിഞ്ഞ വർഷം വരെയുള്ള രീതി. അത് മാറ്റി ആദ്യം ഈ പേപ്പർ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത് അത് PDF രൂപത്തിലാക്കി അത് ഡിജിറ്റൽ മാർക്കിംഗ് നടത്തുന്നതാണ് പുതിയ രീതി. പക്ഷേ ഇത് പലപ്പോഴും ഈ സ്കാൻ ചെയ്യുമ്പോൾ ഉത്തരങ്ങളും കൈയക്ഷരവും ഒക്കെ മാറിപ്പോകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഒരു വ്യക്തതയും വരില്ല. ഒരുപക്ഷെ പേപ്പറിന് ചുളിവോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായി സ്കാൻ ചെയ്യാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ഉത്തരം പൂർണ്ണമായി എഴുതിയ വിദ്യാർത്ഥികൾക്ക് പോലും ആ ഉത്തരത്തിന് 0 മാർക്കൊക്കെ നൽകിയ ഉത്തരക്കടലാസുകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. എന്നിരിക്കെ ഇതിൻ്റെയൊക്കെ പ്രശ്നം പൂർണ്ണമായി തിരിച്ചറിയണമെങ്കിൽ ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് ലഭ്യമാക്കണം. അതിന് 100 രൂപയാണ് ഒരു സബ്ജക്റ്റിന് നൽകേണ്ടത്. പക്ഷേ പലപ്പോഴും ഈ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ 1000, 2000 ഒക്കെയാണ് ഇതിൻ്റെ ഫീസ് ഇനത്തിൽ കാണിക്കുന്നത്. വലിയ തോതിൽ പ്രശ്നമാകും, വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൺപൂരിൽ നിന്നും മദ്രാസിൽ നിന്നുള്ള IITകളിലെ പ്രൊഫസർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക സംഘത്തെ ഈ സൈറ്റ് പ്രശ്നം ശരിയാക്കാനായി ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ നിയോഗിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ളൊരു പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ച, അതിന് പിന്നാലെ CBSEയിലെ മൂല്യനിർണ്ണയത്തിലെ പ്രശ്നവും വലിയ തോതിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രശ്നങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികൾക്കുണ്ട്. ഇത് അരുൺ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വെബ്സൈറ്റിലെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വിഷയം ചെറുതാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അടിസ്ഥാനപരമായി വീണ്ടും മൂല്യനിർണ്ണയം നടത്തണം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ആകെ ആവശ്യപ്പെടുന്നത്. നേരിട്ടുള്ള കഴിഞ്ഞ വർഷം വരെ നടത്തിയിരുന്നത് പോലെയുള്ള മൂല്യനിർണ്ണയം വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രംഗത്തുണ്ട്. അപ്പോഴും കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് വെബ്സൈറ്റിലെ പ്രശ്നം പരിഹരിക്കുക എന്നത് മാത്രമാണ്. ഇന്നലെ രാത്രി വരെയാണ് അവസാനിക്കേണ്ടിയിരുന്നത് ഈ അപേക്ഷിക്കേണ്ട സമയം ഈ പകർപ്പിന് വേണ്ടി. അത് ഇന്ന് രാത്രി വരെയാക്കി ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇന്നത്തോടെ പ്രശ്നം പരിഹരിക്കാനാകും എന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്, വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം അപ്പോഴും CBSE അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്.